നമസ്കാരം. ടേബിൾ ടോപ്പിലുള്ള പഞ്ചാബ് 2 കളി ജയിച്ചിട്ട് വരുന്ന പഞ്ചാബും അത്ര ഫോമിലല്ലാത്ത RR തമ്മിലാണ് മത്സരം. അപ്പോൾ ആ മത്സരത്തിൻ്റെ പ്രിവ്യൂ ആണ്. ഇതിനൊരു പാവങ്ങളുടെ എൽ ക്ലാസിക്കോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു മാച്ചാണ്. ഇവർ തമ്മിലുള്ള മാച്ച് എപ്പോഴും ഏറ്റവും അവസാനം വരെ എത്താറുണ്ട്. ലാസ്റ്റ് ഓവർ വരെയൊക്കെ മിക്കപ്പോഴും എത്താറുണ്ട്. ഇപ്പോൾ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും RRന് കുറച്ച് അപ്പർ ഹാൻഡ്, കൂടുതൽ മാച്ചസ് ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ടൂർണമെൻറ്റിലെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചാബിനാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. ഈ മാച്ച് നടക്കുന്നത് പഞ്ചാബിലെ മുല്ലൻപൂർ PCA സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ആകെ 5 മാച്ച് എന്തോ നടന്നിട്ടുള്ളൂ. അതിനകത്ത് 2 മാച്ചാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തിരിക്കുന്ന ടീം ജയിച്ചേക്കുന്നത്, 3 മാച്ച് സെക്കൻഡ് ബാറ്റ് ചെയ്തിരിക്കുന്ന ടീമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് ബാറ്റിംഗ് സെക്കൻഡ് ബാറ്റിംഗ് എന്നുള്ള പറയുന്ന ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ വലുതായിട്ട് കാണുന്നില്ല. അപ്പോൾ പഞ്ചാബ് വരുന്നത് ആദ്യ മാച്ചിൽ GTA തോൽപ്പിച്ചിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ മാച്ചിൽ LSG തോൽപ്പിച്ചിട്ടുമാണ്. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് പഞ്ചാബ് ഉണ്ടായത് ആ GTയുമായിട്ടുള്ള മത്സരത്തിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് പഞ്ചാബ് ജയിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. RRനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ 2 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടുണ്ടായി. ലാസ്റ്റ് മാച്ചിൽ CSK ആയിട്ടുള്ള മാച്ചിലാണ് ഒരു നല്ല പെർഫോമൻസ് വന്ന് ടീമൊന്ന് ജെല്ലാവുന്ന പോലെയൊക്കെ തോന്നിയിട്ട് ആ ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്തുകൊണ്ടാണ് RRും ഈ മാച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 2 ടീമിൻ്റെയും പ്ലേയിങ്ങിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല. 2 ടീമും ആ ഒരു വിന്നിങ് മൊമെൻറ്റം ആയതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇനി നമുക്ക് പഞ്ചാബിലേക്ക് വരാം. പഞ്ചാബിന് ഒരു ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡെപ്തുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. ഇപ്പോൾ പ്രിയൻഷ് ആര്യ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ നല്ല ഫോമിലാണ്. ഫസ്റ്റ് മാച്ചിൽ അന്യായ അടിച്ച ഒരു ബാറ്റ്സ്മാനാണ്. അതുപോലെ തന്നെ പ്രഭ്സിമ്രൻ കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനി ശ്രേയസ് അയ്യർ 2 മാച്ചിലും പെർഫോം ചെയ്തിട്ടിരിക്കുന്ന ബാറ്റ്സ്മാനാണ്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേഹൽ വെദേര കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. അതുപോലെ ഗ്ലെൻ മാക്സിൽ മാത്രമാണ് കുറച്ചൊരു പെർഫോമൻസ് കൊടുക്കാതിരിക്കുന്നത്. ഇനി അവരുടെ ബാറ്റിങ്ങിൽ താഴേക്ക് നോക്കുകയാണെന്നുള്ള സ്റ്റോയിനിസ് ഉണ്ട്, അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സുയാങ് സെഡ്ജ് എന്ന് പറഞ്ഞ പുതിയൊരു ബാറ്റ്സ്മാൻ ഉണ്ട്. ഇതുവരെ കളിച്ചിട്ടില്ല, കളിക്കാൻ അവസരം കൊടുത്തിട്ടില്ല മുകളിലുള്ള ആൾക്കാർ. അതുമാത്രമല്ല മാർക്കോ യാൻസനും ഏറ്റവും അവസാനം വരുന്നുണ്ട്. അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ്. ഇനി ബോളിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇവരുടെ പവർ പ്ലേ ഹാൻഡിൽ ചെയ്യുന്നത് അർഷ്ദീപ് സിംഗ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ലോക്കി ഫെർഗൂസൺ. അപ്പോൾ പവർ പ്ലേയിൽ RRന് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യേണ്ടത് ലോക്കി ഫെർഗൂസനാണ്. അർഷ്ദീപ് അന്യ ഫോമിലാണ് കഴിഞ്ഞ മാച്ചിൽ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ്. വിക്കറ്റ് കളയാതിരിക്കുന്നതാണ് ബെറ്റർ. കുറച്ച് സേഫായിട്ട് അർഷ്ദീപിനെ കളിക്കുന്നതാണ് ബെറ്റർ. മിഡിൽ ഓവേഴ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കോ യാൻസൺ ഉണ്ട്, അതുപോലെ മാർക്കിസ് സ്റ്റോയിനിസ് ഉണ്ട്, ഗ്ലെൻ മാക്സ്വൽ ഉണ്ട്, അതുപോലെ തന്നെ ചാഹലുണ്ട്. അപ്പോൾ ഇതിനകത്താണ് കുറച്ച് ഇവരൊരു വീക്കായിട്ട് തോന്നുന്നത്. കമ്പാരിറ്റീവ്ലി മാത്രം കുറച്ച് വീക്കായിട്ട് തോന്നുന്നത്. കാരണം മിഡിൽ ഓവേഴ്സിലും ഈ ബോളേഴ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന 1, 2, 3 ബോളേഴ്സ് ഇതിനകത്തുണ്ട്. ഇനി RRന്റെ ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ യശസ്വി ജയ്സ്വാളിൻ്റെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു സീരീസിൽ ഇതുവരെ യശസ്വി ജയ്സ്വാൽ പെർഫോം ചെയ്തിട്ടില്ല. ഈ മാച്ചിൽ എന്തായാലും പെർഫോം ചെയ്തേ പറ്റൂ, കാരണം അത്രയും ടൈറ്റായിട്ടുള്ളൊരു മാച്ചാണ്. അപ്പോൾ യശസ്വി ജയ്സ്വാളിൻ്റെ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബിയസ്ലി സഞ്ജു സാംസണും പെർഫോം ചെയ്തേ പറ്റൂ. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ധ്രുവ് ജുറയിൽ നല്ല ഫോമിലാണ്. അതുപോലെ തന്നെ പരാഗ് ഈ ഒരു ടൂർണമെൻറ്റിൽ അത്ര ഒരു എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല. അപ്പോൾ പരാഗിന് നന്നായിട്ട് പെർഫോം ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഒരു ടോപ്പ് 4, ടോപ്പ് 5 നന്നായിട്ട് പെർഫോം ചെയ്താലേ RRനെ സംബന്ധിച്ച് പഞ്ചാബിനോട് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്മേർ ഒബിയസ്ലി ഉണ്ട്, പക്ഷേ അങ്ങോട്ട് ചെല്ലുന്തോറും വീക്കായിട്ട് ആണ് വരുന്നത്. പിന്നീട് ഹസരംഗ, ജോഫ്ര ആർച്ചറൊക്കെ ഹിറ്റ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻ ആണെന്നുണ്ടെങ്കിലും ഇത് താഴേക്ക് പഞ്ചാബിൻ്റെ അത്ര ഡെപ്തുള്ളൊരു ബാറ്റിംഗ് അല്ല രാജസ്ഥാൻ റോയൽസിന്. ഇനി ഇവരുടെ ബോളിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ജോഫ്ര ആർച്ചർ കഴിഞ്ഞ ഒരു മാച്ചിൽ നല്ല പെർഫോമൻസ് ആണ് കൊടുത്തത്. നല്ല തീ പറന്ന ബോളിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. ഇനി ദേശ്പാണ്ഡെ കുഴപ്പമില്ലാതെ ഇങ്ങനെ എറിഞ്ഞു പോകുന്നുണ്ട്, വലിയ ഒരു നല്ലതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ 2 പേരായിരിക്കും പവർ പ്ലേ ഹാൻഡിൽ ചെയ്യുന്നത്. മിഡിൽ ഓവേഴ്സിൽ ഹസരംഗ നന്നായിട്ട് പെർഫോം ചെയ്തു. കഴിഞ്ഞ മാച്ചിൽ നല്ലൊരു മാച്ച് വിന്നിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ഹസരംഗയുടെ. തീക്ഷണയും നല്ല പെർഫോമൻസ്. ഒബ്വിയസ്ലി ഇനി സഞ്ജു ക്യാപ്റ്റനായിട്ട് വരുമ്പോഴത്തേക്ക് റിസോഴ്സിനെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ബോളിങ്ങിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോളിംഗ് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന 3 മാച്ചിനെക്കാട്ടി കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, സഞ്ജു കൂടെ ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക്. അപ്പോൾ RRനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മാച്ച് തന്നെ ആയിരിക്കും. കാരണം ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു വരുന്ന ഒരു ടീമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. നല്ല സ്ട്രോങ് ആണ്. അവരുടെ ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ്. സോ RRനെ സംബന്ധിച്ച് 100% ഇവർക്ക് കൊടുത്തേ പറ്റൂ. പ്രത്യേകിച്ചും ഫീൽഡിങ്ങിലും ബോളിങ്ങിലും. ബോളിങ്ങിൽ തെറ്റുകൾ വരുത്താനുള്ള അവസരങ്ങളുള്ള കൃത്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാർ തന്നെയാണ് പഞ്ചാബിലുള്ളത്. അതുപോലെ തന്നെ ബോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫീൽഡേഴ്സ് അതുപോലെ തന്നെ ഫീൽഡ് ചെയ്യേണ്ടി വരും. ഹാഫ് ചാൻസസ് എല്ലാം എടുക്കേണ്ടി വരും. ഓരോ റണ്ണും വിലപ്പെട്ടതെന്നുള്ള രീതിയിൽ മരിച്ച് ഫീൽഡ് ചെയ്യേണ്ടി വരും നാളത്തെ മാച്ച്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പഞ്ചാബിനെ പോലെ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടീമിനെ RRനെ പിടിച്ച് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ, അവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ. ഇനി RRന്റെ ബാറ്റിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അർഷ്ദീപിനെ സ്വാഭാവികമായിട്ട് ഇവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ്. അതുകൊണ്ട് തന്നെ ലോക്കി ഫെർഗൂസിനെ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ തീർച്ചയായിട്ടും ചാഹലൊക്കെ കുറച്ച് എക്സ്പെൻസീവായിട്ട് തന്നെയാണ്
എറിയുന്നത്. അതുപോലെ തന്നെ മാർക്കോ യാൻസൺ ഉണ്ട്, മാർക്കസ് സ്റ്റോയിനിസ് ഉണ്ട്. ഇങ്ങനെയുള്ള ബോളേഴ്സിനെ ഒരു എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ഒരു 1, 2, 3 ബോളേഴ്സ് ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്, ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള. അവരെ നന്നായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് നന്നായിട്ട് അഗ്രസീവായിട്ട് കളിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഗ്ലെൻ മാക്സ്വെൽ ഇങ്ങനെയുള്ള ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മൊത്തത്തിലൊരു സമ്മറി പറയണമെന്നുണ്ടെങ്കിൽ ആറിന് ഈ മാച്ച് വളരെ കഠിനമാണ്. കഠോരം ഈ യാത്ര എന്ന് പറഞ്ഞ പോലെ വളരെ ദുഷ്കരം പിടിച്ചൊരു മാച്ചാണ്. എങ്കിൽ ഈ മാച്ച് ജയിച്ചേ പറ്റൂ. ഈ മാച്ച് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ആറിനെ സംബന്ധിച്ച്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് ഡൗൺ ആയിപ്പോൾ ടേബിളിലും കുറച്ച് ഡൗണിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല ശക്തമായിട്ടൊരു മാച്ച് കളിച്ച് ആറിന് ഈ മാച്ച് ജയിക്കാൻ പറ്റട്ടെ. പഞ്ചാബ് അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് കൊടുക്കാനായിട്ട് പറ്റട്ടെ. ഒബിയസ്ലി എനിക്ക് ആർ ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഫോർ ഒബിയസ് റീസൺ സഞ്ജു സാംസൺ. സോ നല്ലൊരു മാച്ച് കാണാൻ എന്തായാലും സാധിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചാബ് vs ആർ മാച്ചിനെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകളും തോട്ട്സൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിഗണിക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുന്നോട്ടുള്ള ജേർണി എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കുക. അപ്പോൾ വീണ്ടും IPL റിലേറ്റഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.